വെളിവാക്കൽ തെളിയിക്കുകയും ചെയ്യുന്നു. ഭ്രമണപഥം. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെ: അവനത്രേ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും അവയുടെ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ 21-ാം അധ്യായം അൽ അംബിയ 33-ാം വചനം. സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നില്ലെന്ന്, ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. 36-ാം അധ്യായം സൂറ യാസീൻ 38-ാമത്തെ വചനം. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സർവജ്ഞനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാണത്. ബഹിരാകാശ പരീക്ഷണങ്ങൾ ഇന്ന് ഖുർആനിൽ പ്രതിപാദിച്ച കാര്യങ്ങൾക്ക് അടിവരയിടുകയാണ്. മണിക്കൂറിൽ 7,20,000 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സവിശേഷമായൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായി ബഹിരാകാശ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതിശയിപ്പിക്കുന്ന വേഗതയിൽ സൂര്യൻ ഒരു നാൾ കൊണ്ട് മണിക്കൂറിൽ 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ഫലത്തിന്റെ സാന്നിധ്യത്താൽ സർവഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൂര്യചലനത്തോടൊപ്പം അത്ര തന്നെ ദൂരം സഞ്ചരിക്കുന്നു. ഇതേപോലെ അനേകായിരം നക്ഷത്രങ്ങളും നിശ്ചിത പാതകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം നിറയെ വ്യാപിച്ചു കിടക്കുന്ന ഭ്രമണപഥങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. 51-ാം അധ്യായം 7-ാമത്തെ വചനം. വിവിധ പഥങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ ഏകദേശം 200 കോടി നക്ഷത്ര സമൂഹങ്ങളും അവയോരോന്നും 200 കോടി നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്നവയും ആണ്. ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളും അവയ്ക്ക് ഉപഗ്രഹങ്ങളും ഉണ്ട്. സഹസ്രാബ്ദങ്ങളായി നിശ്ചിതമായ ചില നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് അവ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. വാൽനക്ഷത്രങ്ങൾ പോലും അവരുടേതായ മാർഗത്തിലാണത്രേ ചലിക്കുന്നത്. ഈ ഭ്രമണപഥങ്ങൾ ആകാശഗോളങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. ആകാശഗോളങ്ങളെ ഉൾക്കൊള്ളുന്ന താരസമൂഹങ്ങൾക്കും ഭ്രമണപഥങ്ങളുണ്ട്. അതിശയിക്കുന്ന വേഗതയിൽ നക്ഷത്രങ്ങളും ഗോളങ്ങളും സഞ്ചരിക്കുമ്പോഴും തമ്മിൽ കൂട്ടിയിടിക്കുന്നില്ല. ഒന്ന് മറ്റൊന്നിന്റെ സഞ്ചാരപഥം അപഹരിക്കുന്നുമില്ല. അത്ഭുതകരമായ മറ്റൊരു വസ്തുത, താരസമൂഹങ്ങൾ കടന്നുപോകുമ്പോഴും അവയിലെ പദാർത്ഥങ്ങൾ ഒരിക്കലും പരസ്പരം ആകർഷിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് നടക്കുന്ന കാഴ്ച കാണാനുതകുന്ന ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നില്ല. അത്യന്താധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. വിവിധ പഥങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം എന്ന പരാമർശത്തിലൂടെ ഈ ശാസ്ത്രീയ സത്യം വെളിവാക്കാൻ ഖുർആനിനല്ലാതെ, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? സംരക്ഷിതമാക്കപ്പെട്ട മേൽപ്പുര. ആകാശത്തിന് ചിന്തോദ്ദീപകമായ ഒരു സവിശേഷതയുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ ഇவ்விதം പരാമർശിക്കുന്നു. അൽ അംബിയ 21-ാം അധ്യായം 32-ാമത്തെ വചനം. ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുമുണ്ട്. ഭൂമുഖത്ത് മനുഷ്യജീവൻ നിലനിർത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് അന്തരീക്ഷം. ഭൂമിയെയും
ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഉൽക്കകളെ അന്തരീക്ഷം പ്രതിരോധിക്കുന്നു. ബഹിരാകാശത്തുനിന്നു വരുന്ന അപായകരമായ രശ്മികളെ തടഞ്ഞു നിർത്തുന്നതും അന്തരീക്ഷം തന്നെ. എന്നാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പ്രകാശവും റേഡിയോ തരംഗവും അൾട്രാ വയലറ്റിനോട് സാമ്യതയുള്ള ചില രശ്മികളും അന്തരീക്ഷം കടത്തിവിടുകയും ചെയ്യുന്നു. രശ്മികളിൽ കുറഞ്ഞ അളവിലെ ഭൂമിയിലെത്തുന്നുള്ളൂ. അവ സസ്യജാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയക്ക് അനിവാര്യവുമാണ്. അന്തരീക്ഷം കടത്തിവിടുന്ന രശ്മികൾ ഈ വിധം ജീവരേഖയായി ഭവിക്കുന്നു. സൂര്യകിരണങ്ങളിൽ അപകടകാരികളെ ഓസോൺ പാളികളുടെ സഹായത്തോടെ തടയുന്നു. അന്തരീക്ഷത്തിന്റെ അത്ഭുത സംരക്ഷണം തീർന്നില്ല. -270°C താപനിലയിലെ അതിശൈത്യത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതും അന്തരീക്ഷം തന്നെ. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന വാൻ അലൂം ബെൽറ്റും വിനാശം വിതയ്ക്കുന്ന വികിരണങ്ങളിൽ നിന്നും രക്ഷയായി മാറുന്നു. അതിഭീമമായ ഊർജപ്രവാഹം നിലയ്ക്കാതെ സംഭവിക്കുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനോ ജീവജാലങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ഇത്തരത്തിൽ ഉള്ള ഒരൊറ്റ ഊർജപ്രവാഹത്തിന്റെ തീവ്രത ഹിരോഷിമയിൽ അമേരിക്ക നിക്ഷേപിച്ച അണുബോംബിന്റെ 100 ബില്യൺ ഇരട്ടിയാണ്. ഏതോ ഒരു ഊർജപ്രവാഹത്തിന്റെ അനന്തരഫലം വടക്ക് നോക്കി യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിന് 250 കിലോമീറ്റർ ദൂരത്ത് ഊഷ്മാവ് 2500°C പൊടുന്നനെ ഉയർന്നതായും വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ഭൗമോപരിതലത്തിനപ്പുറം ജീവജാലങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനം നിലനിൽക്കുന്നു. ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ാം അധ്യായത്തിലെ 11-ാം സൂക്തം ആകാശത്തിലെ സംരക്ഷിത കവചത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തിച്ചു മഴ പെയ്യിക്കുന്ന ആകാശത്തെക്കൊണ്ടും സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെക്കൊണ്ടും സത്യം. ഭൂമിയിലെ അന്തരീക്ഷം പല തട്ടുകളായി കാണപ്പെടുന്നു. ഓരോന്നിന്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തങ്ങളത്രേ. എന്നാൽ അവയോരോന്നും ജീവജാലങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് അനിവാര്യവുമത്രേ. ഭൂമിയിലേക്ക് വരുന്ന പല വസ്തുക്കളെയും പുറന്തള്ളുന്നത് ഈ പാളികളാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. ഈ തട്ടുകളുടെ ആവർത്തിക്കപ്പെടുന്ന ധർമ്മങ്ങൾ പലതാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 13 മുതൽ 15 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്പോസ്ഫിയർ ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുന്നു, ഘനീഭവിപ്പിക്കുകയും ചെയ്യുന്നു, മഴയായി വർഷിക്കുകയും ചെയ്യുന്നു.
25 കിലോമീറ്റർ ഉയരത്തിലുള്ള